നമസ്കാരം. ജ്യോതിശാസ്ത്ര പങ്ക്തിയിലേക്ക് പ്രിയമുള്ള എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് ജ്യോതിശാസ്ത്രത്തിലെ ചില പ്രത്യേകമായ വസ്തുതകളാണ് പറയാൻ പോകുന്നത്. നക്ഷത്ര ജ്യോതിഷം അഥവാ സ്റ്റെല്ലാർ അസ്ട്രോളജിയുടെ വിവിധ വശങ്ങളാണ് നാം ഇവിടെ പറയാനായിട്ട് പോകുന്നത്. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നാളുകാരുടെ പൊതുവായിട്ടുള്ള ഓരോരോ കാലഘട്ടങ്ങൾ എപ്രകാരമായിരിക്കാം, സാമാന്യമായിട്ടുള്ള അവസ്ഥകൾ ഓരോ സന്ദർഭങ്ങളിലും എങ്ങനെയൊക്കെ വന്നു ചേരാം തുടങ്ങിയ വിവിധങ്ങളായ വിഷയങ്ങൾ, അതാണ് നമ്മൾ ഇന്ന് പറയുന്നത്. നമ്മൾ 27 നാളുകളാണ് നക്ഷത്ര ജ്യോതിഷത്തിൽ ഉള്ളത്. ലൂനാർ അസ്ട്രോളജി അഥവാ ചാന്ദ്ര ജ്യോതിഷത്തിൻ്റെ ഭാഗമാണ് ഇവ. നിരയന ജ്യോതിഷമെന്നും പറയും. നക്ഷത്രങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ ആകാശത്ത് ഇങ്ങനെ കൺചിമ്മി തെളിയുന്ന ആ കാണുന്ന വെറും നക്ഷത്രങ്ങളെ പറ്റിയിട്ടല്ല പറയുന്നത്. ഒരു നക്ഷത്ര മണ്ഡലം എന്ന് പറയുന്നത് ആകാശത്ത് 13.25 ഡിഗ്രി, കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ 13.33 ഡിഗ്രി അളവാണ് ഒരു നക്ഷത്ര മണ്ഡലം. ഭൂമിക്ക് ചുറ്റുമുള്ള അന്തരീക്ഷ മണ്ഡലത്തെ ഒരു പരിപൂർണ വൃത്തമായി പരിഗണിച്ചാൽ ആ വൃത്തത്തിൻ്റെ ഗണിതപരമായ അളവ് 360 ഡിഗ്രിയാണ്. അങ്ങനെയുള്ള വൃത്താകൃതിയിലുള്ള അന്തരീക്ഷ മണ്ഡലത്തിൽ 30 ഡിഗ്രി വരുന്ന ഒരു ദൂരപരിധി, അതിനെയാണ് ഒരു രാശി അഥവാ ഒരു രാശി മണ്ഡലം എന്ന് പറയുന്നത്. അങ്ങനെ 12 രാശികൾ, 30 ഡിഗ്രി അളവ് വീതമുള്ള 12 രാശികൾ ചേരുമ്പോൾ ഒരു രാശിചക്രം, വൃത്താകൃതിയിലുള്ള ഒരു രാശിചക്രം പൂർത്തിയാകും. ഇത് കൂടാതെ 360 ഡിഗ്രി അളവുള്ള രാശി വൃത്തത്തെ 27 ചെറിയ ഭാഗങ്ങളായിട്ട് വിഭജിച്ചാൽ ആ ഓരോ ഭാഗവും 13.33 അളവുള്ള ഒരു മേഖലയായിട്ട് വരും. ആ ഒരു മേഖലയാണ് ഒരു നക്ഷത്ര മണ്ഡലം. ആ ഒരു മേഖലയിൽ കാണപ്പെടുന്ന കോൺസ്റ്റലേഷൻസ്, താരാപഥങ്ങളുടെ വ്യൂഹം, അവയെ അടിസ്ഥാനമാക്കി അതിന് പേരുകൾ നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഭൂമിക്ക് ചുറ്റുമുള്ള വൃത്താകാരമായ മണ്ഡലത്തിൽ 13.33 ഡിഗ്രി അളവ് വരുന്ന ഒരു മേഖലയാണ് ഒരു നക്ഷത്ര മണ്ഡലം. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി എന്നറിയപ്പെടുന്നത് ഈ നക്ഷത്ര മേഖലകളാണ്. ഈ ഒരു നക്ഷത്ര മേഖലയിലൂടെ ചന്ദ്രൻ കടന്നു പോകാൻ എടുക്കുന്ന ഒരു കാലയളവാണ് ഒരു നാൾ. അത് ശരാശരി 60 നാഴിക അഥവാ 24 മണിക്കൂർ കൊണ്ടാണ് ഒരു നക്ഷത്ര മേഖലയിലൂടെ ചന്ദ്രൻ കടന്നു പോകുന്നത്. ഇതിനെയാണ് നമ്മൾ ഒരു നാൾ എന്ന് പറയുന്നത്. ഇതാണ് നക്ഷത്രങ്ങളെ പറ്റിയിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ചുരുക്കി പറഞ്ഞത്. വിശാഖം നാളാണ് അടുത്തത്. നക്ഷത്രാധിപൻ വ്യാഴമാണ്. വ്യാഴദശയിലാണ് വിശാഖം നാളുകാരുടെ ജനനം. വിശാഖം നാളിൽ എത്ര നാഴിക വിനാഴിക ചെന്നപ്പോഴാണോ ജനനം ഉണ്ടായിരിക്കുന്നത് അതിനനുസരിച്ച് വ്യാഴദശ ശിഷ്ടകാലം എത്രയുണ്ടെന്ന് കണക്കാക്കും. എന്തായാലും ശൈശവകാലത്തിൻ്റെ പൂർണ്ണതയും ബാല്യത്തിൻ്റെ മധ്യവും വരെ നീണ്ടു നിൽക്കുന്നതായ വ്യാഴദശ കാലഘട്ടം പൊതുവെ തൃപ്തികരമായിരിക്കും. കാര്യമായ പ്രതികൂലാവസ്ഥകളൊന്നും ആ കാലഘട്ടത്തിൽ വിശാഖം നാളുകാർക്കുണ്ടാവുകയില്ല. ബാല്യകാലഘട്ടത്തിൻ്റെ ഒരു മധ്യം അവസാന പാദം തുടങ്ങി
യൗവനാരംഭം യൗവന മധ്യം വരെയുള്ളതായ ആ ഒരു കാലഘട്ടം തുടർന്ന് ശനിദശയായിരിക്കും. ഈ ശനിദശാകാലം ബാല്യകാലത്തോടുകൂടി വന്നു ചേരുന്നതിനാൽ തന്നെ അത് വളരെയധികം പ്രതികൂലമായ ഒരു സ്ഥിതിയിലേക്ക് പോകാറില്ല. പഠനകാര്യങ്ങളും പഠന സംബന്ധമായ നേട്ടങ്ങൾ, തൊഴിൽ അന്വേഷണം തുടങ്ങിയ കാലഘട്ടങ്ങൾ, ഉപരിപഠനത്തിൻ്റെ വിവിധ വശങ്ങൾ, ഇതെല്ലാം വിചാരിക്കുന്നത്ര വേഗതയിൽ നടക്കണമെന്നില്ല. ഒരല്പം മന്ദഗതിയിലായേക്കാം. എങ്കിലും പൊതുവെ അനുകൂലമായ നിലയിൽ കാര്യങ്ങൾക്ക് പരിവർത്തനം ഉണ്ടാകുന്നതാണ് ഈ ശനിദശയുടെ സമാപന കാലഘട്ടത്തിൽ. യൗവന കാലഘട്ടത്തിൻ്റെ മധ്യം അവസാന പാദം തുടങ്ങി ബുധദശാകാലം ആരംഭിക്കുന്നത് മധ്യപ്രായത്തിൻ്റെ ഒരു ആരംഭം വരെ നീണ്ടു നിൽക്കുന്നതാണ്. വളരെ നേട്ടങ്ങളുടേതായ ഒരു കാലഘട്ടമായിരിക്കും ഈ ബുധദശ. തൊഴിൽപരമായിട്ട് വളരെ ഔന്നത്യത്തിൽ എത്തിച്ചേരുക, വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കുക, വ്യത്യസ്തങ്ങളായ അനേകം മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരവരുടെ മേഖലകളിൽ വലിയ നേട്ടങ്ങൾ, പുരോഗതികൾ കൈവരിക്കാൻ ഈ ബുധദശാകാലം കൊണ്ട് സാധിക്കാറുണ്ട്. മധ്യപ്രായത്തിൽ ആരംഭിക്കുന്നതായ കേതുദശ 7 വർഷക്കാലമാണ്. മധ്യപ്രായത്തിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് കേതുദശ എത്താറുണ്ട്. ശാരീരികമായ അസ്വസ്ഥതകൾ കൂടുതലായിട്ടുണ്ടാകാവുന്ന കാലഘട്ടമാണ്. പൊതുവെ ശ്രദ്ധാജാഗ്രതകൾ പാലിക്കേണ്ടതാണ്. വാർദ്ധക്യത്തിൻ്റെ ആരംഭ ഘട്ടത്തോടുകൂടി എത്തുന്ന ശുക്രദശാകാലം 20 വർഷം നീണ്ടു നിൽക്കുന്നതാണ്. ഈ ശുക്രദശാകാലം പൊതുവെ തൃപ്തികരമായിരിക്കും. എന്നാൽ വാർദ്ധക്യത്തിൻ്റെതായ ചില ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഈ ശുക്രദശയിൽ അനുഭവപ്പെട്ടേക്കാം. എങ്കിലും സാമാന്യേന ഈ ശുക്രദശ സാമ്പത്തികം, കുടുംബപരം തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും തൃപ്തികരമായ ഗുണഫലങ്ങളെ നൽകുന്നതാണ്. നിങ്ങളുടെ വ്യക്തിപരമായ ജനനത്തീയതി സമയവും അനുസരിച്ച് ഗ്രഹനില തയ്യാറാക്കി ഗുണദോഷാവസ്ഥകൾ ചിന്തിച്ച് പരിഹരിക്കേണ്ടതാണ്.